ഇന്ന് എല്ലാ ഹൗസ്മേറ്റ്സിനെയും വിളിച്ചു വരുത്തിയതിനു ശേഷം ബിഗ് ബോസ് ഒരു ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. ചർച്ച ഇങ്ങനെയായിരുന്നു: ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറിന്റെ മണിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച മണിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നായിരുന്നു ബിഗ് ബോസ് ചോദിച്ചിരുന്നത്. ആ സമയം കുറച്ച് മെമ്പേഴ്സ് പറഞ്ഞു, അത് വളരെ നന്നായിട്ടുണ്ട്, കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും പൈസ കിട്ടിയിട്ടുണ്ടല്ലോ. ചില ആളുകൾ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കുറച്ചാളുകൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. വിന്നറിന് ലഭിക്കേണ്ട മുഴുവൻ തുകയും വിന്നറിന് തന്നെ ലഭിക്കണം. ബിഗ് ബോസിന് കഴിഞ്ഞ സീസണിലെല്ലാം ഉള്ളതുപോലെ പണപ്പെട്ടി കൊണ്ടുവച്ചുകൂടായിരുന്നില്ലേ? ഞങ്ങൾക്ക് ഈ സീസണിൽ മുഴുവൻ 7ന്റെ പണിയാണ്. ഇത് വിൻ ചെയ്യുന്ന ആൾക്കും ഇതൊരു 7ന്റെ പണിയാണ്. ബിഗ് ബോസ് ഇതുപോലെയുള്ള ടാസ്കിനെല്ലാം വേറൊരു ഫണ്ട് കണ്ടെത്തണമായിരുന്നു, അല്ലാതെ വിന്നറിന്റെ പൈസയിൽ നിന്ന് അത് കുറയ്ക്കുകയായിരുന്നില്ല വേണ്ടിയിരുന്നത് എന്നായിരുന്നു അക്ബറും മറ്റു കുറച്ചു പേരും സംസാരിച്ചിരുന്നത്. ഇതെല്ലാം കേട്ടതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെയെല്ലാം മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയുവാൻ വേണ്ടി ചോദിച്ചതാണെന്ന്. ഇവരുടെ ചർച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിനോട് അക്ബറും ആദിലയും നൂറയുമെല്ലാം ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ബിഗ് ബോസ് എന്താണ് ഈ തവണ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? ഷോ വളരെ റേറ്റിംഗ് കുറവാണോ? അതുകൊണ്ടാണോ വിന്നറിന്റെ പൈസയിൽ നിന്ന് ഞങ്ങൾക്ക് തരേണ്ടി വരുന്നത്? ബിഗ് ബോസ് പൊളിഞ്ഞ് കുത്തുവാളെടുത്തിരിക്കുകയാണോ? ഇത് കേട്ട ആദില പറഞ്ഞു, ഞങ്ങൾ ഒരു കണ്ടന്റും തരുന്നില്ലേ? ഷോ വളരെ മോശമാണോ? ഞങ്ങൾ 8 പേരും വാഴകളാണോ എന്നൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. മുമ്പുള്ള സീസണിലെല്ലാം പണപ്പെട്ടി എന്നുള്ളത് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് വിന്നിംഗ് മണിയുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ ബിഗ് ബോസ് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലായിട്ടാണ് പൈസകൾ ഓരോരുത്തർക്കായി ടാസ്കിലൂടെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ റീഗൽ ജ്വല്ലേഴ്സിന്റെ ഒരു ഡയമണ്ട് നെക്ലേസും ഉണ്ട്. അത് ആരാണ് സ്വന്തമാക്കുന്നത് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇത് ബിഗ് ബോസ് സീസൺ 7 ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു 7ന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.